ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളെ ഊട്ടി ട്രിപ്പിൻ്റെ ബാക്കിയാണിത്. അതിൻ്റെ ഇടയ്ക്കുണ്ടെന്ന് വിചാരിച്ചു, പക്ഷേ തിരക്ക് ചമ്മാതി തിരക്ക്, കുറച്ച് ബിസി ആയിരുന്നു. അങ്ങനെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് നമ്മളെ കുതിരപ്പുറത്ത് കയറി. തണുപ്പ് എന്ത് തണുപ്പാന്നറിയോ? ഫോറസ്റ്റിലോട്ട് പോവാണ് കേട്ടോ. ഇത് മറ്റേതാണ്, യൂക്കാലില്ലേ? അതാണ്. എന്ത് വലിപ്പം നോക്ക്, മരം നോക്ക്, അടാറ് തടി മുറിച്ചിരിക്കണം. എന്നിട്ട് കിതക്കി നല്ല ടേസ്റ്റ്, നാടൻ പഴം, നല്ല മധുരം ഉണ്ട് അല്ലേ? ഫോറസ്റ്റ് പോയി, അവിടെയൊക്കെ ഫുൾ ആൾക്കാർ. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വന്നു. തണുപ്പ് 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 നല്ല തണുക്കാൻ തുടങ്ങി. എത്ര ഉള്ളു നോക്ക്. ഓയ് ഓയ്, നമ്മളെവിടെ പോയാലും പിന്നെ പട്ടികളെ കാണും. അതേപോലെ ഇപ്പൊ വന്നപ്പോഴും കണ്ടു. എന്താ പേര്? റോക്കി. വാ നോക്ക് റോക്കി. അങ്ങനെ നമ്മൾ ഊട്ടിയൊക്കെ ഇറങ്ങി. അന്ന് സ്റ്റേ അടിക്കാൻ വിചാരിച്ചു. അങ്ങനെ എൻ്റെ ഫ്രണ്ട് ജസീല, അവളൊക്കെ വിളിച്ചാൽ റൂമൊക്കെ നമുക്ക് സെറ്റാക്കി തന്നു ഗൈസ്. ഒരു തണുപ്പ്, റൂം എടുത്തേക്കാണ്. കൈയൊക്കെ ഇങ്ങോട്ട് വെറുങ്ങലിച്ചിരിക്കൊന്നാണ്. എന്തൊരു തണുപ്പാന്നറിയോ നമ്മൾ താമസിക്കുന്നത്. നല്ല തണുപ്പ് കിട്ടാ. കോട്ടൊക്കെ എടുത്തിട്ടു, ഒന്നും പറയണ്ട. തണുപ്പോട് തണുപ്പ്, നമ്മൾ സഹിക്കണേ ഇല്ല. തണുപ്പിച്ച അമ്മാതിരി തണുപ്പ്. അതിന് പോലും ഒന്നുമില്ല. ഇവിടെ ഒരാൾ തണുത്ത് വിറങ്ങലിച്ച് കംപ്ലീൻ്റെ ഉള്ളിലാണ് കിടക്കണത്. ആരത്? തണുത്ത് വിറങ്ങലിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഗൈസ്. എന്താ ഒരു തണുപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരാൾ പുതച്ചിട്ട് പുതപ്പിൻ്റെ ഉള്ളിൽ, ഒരാൾ കംപ്ലീൻ്റെ ഉള്ളിൽ പുതച്ച് കിടക്കുന്നുണ്ട്. എന്തൊരു ആരൊക്കെ പുതച്ച പൊതച്ച് കിടക്കണം. കറുത്ത കെട്ടി കഴിഞ്ഞാൽ ഏതൊക്കെ തമിഴ് പൊതച്ച പുതപ്പുകളാണാവോ. അസീലൊക്കെ കിടക്കണ കറുത്ത കെട്ടി കഴിഞ്ഞാണ്ടല്ലോ. രണ്ടാളറിയാത്ത പോലെ അസീലൊക്കെ കിടക്കണ. അത്ര മതി, എന്തിനാ വെറുതെ എടുത്ത് കൂട്ടും തേങ്ങ. അപ്പോൾ നമ്മളിവിടുത്തെ ഒഴിഞ്ഞു, നമ്മളെ റൂമിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നമ്മൾ അപ്പം ഇറങ്ങാൻ നിൽക്കണം കേട്ടോ. ഓക്കെ, രാവിലെ തന്നെ തണുത്ത് ഇറങ്ങി പോട്ടൊന്നും. സമയം 7:30 ആയിട്ടുള്ളൂ കേട്ടോ. തണുപ്പിച്ച് അടാറ് തണുപ്പ്. അപ്പം നമ്മൾ രാവിലത്തെ കുളിയും ഒക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മളിനി ഏത് സ്ഥലത്തേക്കാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ ഇവിടെ നോക്ക്, വെയിലുണ്ട് കേട്ടോ. എത്ര ക്ലിയർ ഉണ്ട് ഇതൊന്നും എനിക്കറിയില്ല. എനിക്ക് എൻ്റെ മോന്ത കാണണമൊന്നുമില്ല. വെയില് ബോണസിൽ നോക്കി. മോർണിംഗ് വൈബ്. സമയം 7:30 ആയിട്ടുള്ളൂ കേട്ടോ. ഭയങ്കര തണുപ്പ്, കൂട്ടിട്ടിട്ടില്ല. ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത്. ഇപ്പോൾ എവിടെയൊക്കെ പോകണമെന്നുള്ളതൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അത് നോക്കണം എവിടെയൊക്കെ പോകണമെന്നുള്ളത്. എല്ലാവരും അതാ നിൽക്കണം അവിടെ. എന്നെ വെയിറ്റ് ചെയ്ത മനുഷ്യന് എവിടെ റോഡ് അടിച്ചു വരുന്നു ചേച്ചി, അതാ നിൽക്കണു. എന്നെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുക നാലും കൂടി. മോർണിംഗ് വൈബ് ഒന്ന് നോക്ക് മക്കളെ. എന്തൊരു രസം, എന്തൊരു തണുപ്പ്, എന്തൊരു കാഴ്ച. വീഡിയോകൾ കണ്ടോ? എന്ത് അള്ളാ, അടിക്കി വെച്ച പോലെ ഉണ്ടില്ലേ. അയ്യോ, ഒന്നും പറയണ്ട. എന്തൊരു വലുപ്പമുള്ള കുതിരയാണ് നോക്കൂ. അടിപൊളിയുണ്ട്. ഇതൊക്കെ മൊഴിക്ക് അനുസരില്ല. സിമോളും അതൊക്കെ അതാ ഒക്കെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്ക്. ഇതാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു അമ്പലം കണ്ട്. നോക്കി നോക്ക്, നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ കയറുന്നില്ല അങ്ങോട്ട്. നോക്ക്, കുതിരയുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ആരോ ഉണ്ട്, പക്ഷെ കാണുന്നില്ല. കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ.
പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളൊരു അമ്പലം. പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ട് കേട്ടോ, അത് കാണിച്ചു തരാം. അങ്ങോട്ട് പോട്ടെ കേട്ടോ. ഓ ഇതൊക്കെ ഇറങ്ങി അവിടെ വീഡിയോ എടുക്കാൻ. മണി അടിച്ചാലോ? തൊടാൻ പാടുകയാണോ? വേണ്ട, നമ്മൾ പരീക്ഷിക്കണ്ട. നോക്കി നോക്കൂ, ശൂലം ചെരുപ്പ് ഊരിയിട്ട് കയറാം. വല്ലതും ഉണ്ടാക്കണ്ട, നമുക്ക് വയ്യ പുലിവാല്. ഇവിടെ നിൽക്കാം. നോക്കി നോക്ക്, നല്ല രസമല്ലേ? ഇവരെ ഈ കാട്ടിലെ മുത്തപ്പന്മാരെന്നൊക്കെ പറയില്ല, എന്താ പറയുക, നല്ല രസമുണ്ട്. ഇവിടെ അവരുടെ ഒരു അല്ലാ, നല്ല തണുപ്പ്. ചെരുപ്പ് ഊരി പോവും. എൻ്റെ റബ്ബേ, എന്ത് തണുപ്പാ. അതാ പോണു ടീംസ്. ഇപ്പൊ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കണ്ട് കേട്ടോ. നീ വേഗം സ്പീഡ് 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 നടക്ക അസിനെ. എന്നാ പോണു രണ്ടും കൂടിയിട്ട്. അതിൻ്റെ ഉള്ളിലൊരു അമ്പലം ഡാൻസിൽ മോനെ, വലിയ കുടമണിയൊക്കെ ആയിട്ട്. പക്ഷെ അങ്ങോട്ട് പോകണ്ടൊക്കെ വയ്യ ഓടാൻ. ഓഫ് റോഡാണ് കേട്ടോ, ചെളിയിൽ കണ്ണ് കാണാത്തവരെ പോലെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ വെക്കാത്ത. അവിടെ ഓഫ് റോഡ്. ഇതാ ചെറീനെ പോണു. സംഭവം അടിപൊളി ഉണ്ട് കേട്ടോ, നല്ല രസമല്ലേ കാണാൻ. ഗൈസ് 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 എപ്പോഴും പറയാതെ അതുകൊണ്ട് ഞാൻ പറയില്ല. ഇങ്ങടാണ് വീട്ടിൽ കയറി പോണ കാടിൻ്റെ ഉള്ളിലേക്കോ. വണ്ടിയിലത്തെ ഗ്ലാസ് അടച്ചില് നോക്കി നോക്കാം, അതിലാണ് ബാഗൊക്കെ. ജലദോഷം, മൂക്കടഞ്ഞു, തണുപ്പ്. നോക്കിക്കോ, നല്ല ഭംഗിയിലെ കാണാൻ. മൂക്കടച്ചു ഗൈസ്. പിന്നെ വഴി വളരെ ദുർഘടമാണ് സംഭവം. എന്ത് രസമായ സ്ഥലമാണ് ഗൈസ്. നിങ്ങളൊക്കെ ഒരു പ്രാവശ്യം ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്, കാരണം അത്രയും ഭംഗിയാണ്. ഞാൻ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ കുറേ എടുത്തു. നിങ്ങളെന്തായാലും എൻ്റെ ഷോർട്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുമല്ലേ. എടുത്ത് ഇങ്ങോട്ട് വെറുപ്പിച്ച് കൊന്നിട്ടുണ്ട്. പിന്നെ മുകളിലേക്കൊന്ന് പോയി കയറി നോക്കട്ടെ എന്താ അവസ്ഥ എന്നുള്ളത്. നമുക്കറിയില്ലല്ലോ, കാടാണ്. ഇനി ലാന വന്ന് കൊണ്ടുപോകുമോ വേറെ വല്ലതും കൊണ്ടുപോകുമോ ഒന്നും അറിയില്ല. ഞങ്ങളൊന്ന് മുകളിലേക്ക് കയറി നോക്കട്ടെ കേട്ടോ. സംഭവം വേറെ ലെവലാട്ടോ, നല്ല രസമുണ്ട് കാണാൻ. പൈൻ ഫോറസ്റ്റ്, എന്താ പറയുക, പൈൻ ഫോറസ്റ്റ് ഇല്ല, അങ്ങനെയല്ല പറയുക. പടച്ച റബ്ബേ, എന്തൊരു മനോഹാരിത. എന്താലേ, നമ്മൾ കാണാത്ത ലോകം ഈ കേരളത്തിലുണ്ട് എന്ന് പറയില്ല, അതേപോലെ. ഇത് കേരളത്തിൽ ഇതാ. അവിടെ പിന്നെ ഫോട്ടോഷൂട്ട്, ആങ്ങളുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കാൻ എത്തി. ഇതിൻ്റെയൊക്കെ കുന്നും മലയും കാടൊക്കെ കയറി ഇറങ്ങുന്നുണ്ട് രണ്ടും കൂടിയിട്ട്. ഫോട്ടോഷൂട്ട് അത് എത്തേണ്ടോടൊക്കെ എത്തി, അറ്റത്തേക്ക് എത്തി. നോക്കി നടക്കണേ, റോഡ് കുറച്ച് പ്രശ്നം. പിന്നെ ജസ്റ്റ് മഴ ചാറിയിരിക്കണു. നിങ്ങൾ ഇഷ്ടത്തൊരു വഴുക്കല്ലേ ഇവിടെയൊക്കെ, ഓഫ് റോഡല്ലേ. അടുത്ത വീഡിയോ ക്ലിപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് നോക്കി നോക്കണം കേട്ടോ. ഞാൻ അവിടെ വീഡിയോ എടുക്കുന്ന ആ ഗ്യാപ്പിൽ അൻസിൽമോൻ എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഗൈസ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാനത് കളഞ്ഞില്ല, ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളൊന്ന് നോക്കി നോക്കി കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട്. എന്നെ കളിയാക്കിയതാണ് സംഭവം, പക്ഷെ എനിക്കത് കേട്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി. അപ്പോൾ ആ ക്ലിപ്പ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് നോക്കി നോക്കി. ഓക്കെ, ഇവിടെ പച്ചപ്പുല്ലുണ്ട് ഗൈസ്, നടക്കാൻ പറ്റുന്നുണ്ട് ഗൈസ്. ഇതിനെ കണ്ടോ, അമ്പലം. ഇവിടെ എന്തൊക്കെയോ അമാനുഷികമായ ശക്തികളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. സത്യമാണോ അല്ലേന്ന് അറിയത്തില്ല. അതിനെന്തെല്ലാം ഉണ്ട് ഇവിടെ. ഇതാണ്ടോ,
അടുത്തോട്ട് പോകുന്നില്ല. പാമ്പാ തോന്നുന്നു. ഇവിടെയും ആരോ ഉണ്ട്. അവിടെ നോക്കൂ ഗൈസ്, എന്തൊക്കെയോ ഉണ്ട് ഗൈസ്. എന്താ ഗൈസ്? അതൊന്നും അല്ലേ, അത് ചുമ്മാ നാടെ. ഇതാണ് ഗൈസ് അമ്പലം, കാണുന്നുണ്ടോ? ഇവിടെ കുറേ പൂക്കളുണ്ട് ഗൈസ്, മഞ്ഞപ്പൂക്കൾ. അവിടെ ഒരു ലോറി ഉണ്ട് ഗൈസ്, ഊട്ടിയിൽ മാത്രം ഉണ്ടാവുന്ന ലോറിയാണത്. അവ പടച്ചോനെ കൊടും കാട്ടിൻ്റെ ഉള്ളിക്ക് ചെക്കന്മാരും കൊണ്ടുണ്ട്. ഈ അസിമോളും മനസ്സിലും കൂടി കൊണ്ടുണ്ട്. റബ്ബേ, ഒരാളൊരു വിവരം കാണും. എന്തൊരു കാടാണ് നോക്കോ, ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല. എവിടെ കാണാവ? ഏതോ ഒരു വീഡിയോ എടുക്കാനാ പറഞ്ഞിട്ട് രണ്ടും കൂടി പോണു. വഴി ചോദിക്കാൻ കൂടി ആളില്ല. അത്രയും കൊടുങ്കാട്. കൊടുങ്കാട്ടിൽ വരെ ഒരു വീട്. ഇതെന്ത് വീടാണ് സ്ഥലം? അല്ലാതെന്താ റോഡ്? ഓ, അസിൻ പറഞ്ഞ സ്ഥലം സൂപ്പർ ഗൈസ്. ആഹാ, പൊളി 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 വൈബ്. സംഭവം നല്ല സ്ഥലം കേട്ടോ. സൈഡാക്കി കടിച്ചിട്ട് ഇല്ല, അറിയും മാപ്പ് നോക്കിയിട്ട്. ഭംഗിയാണ്. എൻ്റെ പിള്ളേർ ഇൻസ്റ്റയെ കണ്ടത് ഹങ്കർ ഫോർട്ട് പറഞ്ഞ സ്ഥലം തിരഞ്ഞിട്ട് പടച്ച റബ്ബേ, ഒരു കൊടും കാട്, ചമ്മാതിരി കാട്. അതിൻ്റെ ഉള്ളിൽ ആരെയും കടത്തിയില്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പക്ഷേ ഈ വിറ്റികളത് ചോദിച്ച് എന്തോ ഒരു ഭംഗിയാണെന്നറിയോ അതിൻ്റെ ഉള്ളിൽ കാണാൻ. എന്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി എന്തോ ഒരു ഭംഗി. നമ്മുടെ മൊബൈൽ കുറച്ച് ക്ലാരിറ്റി ക്ലിയർ ഇല്ലാത്ത കാര്യങ്ങളാണ് അത് ഇങ്ങനെ ആയിട്ടില്ലെങ്കിൽ എന്താ ഒരു ഭംഗി. സ്ഥലം എത്തിയിട്ടില്ല, പക്ഷെ നമ്മൾ പകുതിന്ന് ഇത് കണ്ടപ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയോ. അപ്പം എന്നാൽ ശരി, എപ്പോഴും വേണം ഞാൻ മാത്രം കണ്ടാൽ പോരല്ലോ, നിങ്ങളും കൂടി കണ്ടോ. ഓ എൻ്റെ തമ്പുരാനി, എന്തൊരു ഭംഗിയാണ്. എങ്ങനെയുണ്ട് എല്ലാവരും കാഴ്ച കാണും. ആഹാ, പൊളിച്ചില്ലേ ഗൈസ്? ഒരു രക്ഷയില്ല മക്കളെ, അത്രയും ഭംഗി. നോക്ക്, പകുതി എന്താ വെട്ടിയിരിക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡ് കാണാൻ ഉണങ്ങിയ പോലെ, ഉണങ്ങിയതല്ല, തേയിലത്തോട്ടം അവർ കട്ട് ചെയ്തിരിക്കും. റോഡിൻ്റെ മോൾ വശത്തേക്കും തേയിലത്തോട്ടം ഉണ്ട്, പിന്നെ താഴ്വശത്തേക്കും ഉണ്ട്. തന്നെ എന്തൊരു വെയിലാണ്, മുഖത്തേക്ക് നല്ല വെയിലടിക്കുന്നുണ്ട്. എത്ര ഭംഗിയിൽ കിട്ടും എന്താ ഏതാന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പുറകിലത്തെ കാഴ്ച കാണും ഗൈസ് എല്ലാവരും, കണ്ടോ? നല്ല ഭംഗിയില്ല കാണാൻ, നല്ല വെയിലാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറിപ്പോയിട്ട് നമ്മൾ കുറേ ഷോർട്സും വീഡിയോസൊക്കെ എടുത്തു. ഞാനങ്ങനെ നല്ലോണം മുകളിലേക്ക് കയറിപ്പോയി. പക്ഷെ ഇതിൽ കാണുമ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. അൻസിലി മോനെ, നീ കാറും കൊണ്ട് പോയി, ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കട്ടെ കേട്ടോ. ആഹാ, തേയിലത്തോട്ടം എന്നുള്ള ആൾക്കാർ താമസിക്കുന്ന വീടാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. തുണിമുണ്ട കലക്കി തോരട്ടിട്ടുണ്ട്. നല്ല ഭംഗി. മരം തേയിലത്തോട്ടത്തിൻ്റെ അവിടെ നോക്ക്, നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോൾ തേയിലൊക്കെ നുള്ളി വേണമെങ്കിൽ ക്ഷീണം മാറ്റാൻ വേണമെങ്കിൽ വന്നിരിക്കുക. കുഞ്ഞ ഒരു മരം, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. സ്റ്റിക്ക് നീളം കൂട്ടട്ടെ കേട്ടോ, എത്ര ഉണ്ടെന്ന് കാണുന്നുണ്ടോ?
പരമാവധിയൊക്കെ ഞാനിതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താ എൻ്റെ റബ്ബേ സ്ഥലത്തിൻ്റെ പേര് മറന്നു. ഈ പിള്ളേർ യൂട്യൂബിൽ നോക്കിയിട്ട് വന്നു. പക്ഷേ സംഭവം ഞാൻ ഊട്ടിക്ക് കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഭംഗിയുള്ള സ്ഥലത്തേക്ക് ഞാൻ വന്നിട്ടില്ല കേട്ടോ. അയ്യോ ഞാൻ മറന്നു ഗൈസ്. പേര് എന്താ അസിത് ചോദിച്ചിട്ട് പറയാം. ഗൈസ് അങ്ങനെ ഞങ്ങൾ അസിൻ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. ഹങ്കർ ഫോർഡ്. പക്ഷെ ഒരു രക്ഷയില്ല, നോട്ട് അലൗഡ് ആണ്. വേഗം പോയിട്ട് വീഡിയോ എടുക്കാതെ ഇവിടെ ഉള്ളൊരു മുത്തശ്ശൻ പറഞ്ഞു. അപ്പോൾ അസിനെയും അൻസിലിനെയും പറഞ്ഞയച്ചു. ഞങ്ങൾ കയറിയില്ല, അവർക്കുള്ള ഇൻസ്റ്റയ്ക്ക് വീഡിയോ. അപ്പോൾ അവർ പോയിട്ടുണ്ട്. നമ്മൾ പുറത്തുണ്ടോ, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണല്ലേ. ആഹാ എന്താവും ഇതൊക്കെ വന്നാ വേഗം പോയിട്ട് വാട്ടാ. ഇതാണ് നമ്മുടെ റീൽസിലൊക്കെ ഏറ്റവും ടോപ്പായി നിൽക്കില്ലേ ഹങ്കർ ഫോർട്ട് പറഞ്ഞ സ്ഥലം. ആദ്യമൊക്കെ കയറ്റിയിരുന്നു, ഇപ്പം എന്താ സംഭവം എന്നറിയില്ല. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നില്ല. ഒരു കുഞ്ഞ ക്ഷേത്രമൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. ആ പിള്ളേർ നമ്മളെ പാമ്പങ്കാവ് അവിടെ നിന്ന് കണ്ടതാ. അവർ മൂട്ടിക്ക് വന്നാണ്. അതാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം ഗൈസ്. പക്ഷെ ഒരു രക്ഷയില്ല. വെറുതെ പോയിട്ട് ഫൈൻ മേടിക്കണ്ടല്ലോ. നമ്മൾ പുറത്ത് നിന്നു. പിള്ളേരെടുത്തില്ല ഒന്നുണ്ട്, വീഡിയോ എടുത്തില്ലേ. അങ്ങനെ ഗൈസ് നമ്മുടെ റീൽസിലൊക്കെ വൈറലായ ഹങ്കർ ഫോർട്ട് പറഞ്ഞ ബംഗ്ലാവ് ഇതാണ്. മൂടൽമഞ്ഞും തേയിലത്തോട്ടൊക്കെ ആയിട്ടുള്ള നമ്മുടെ ഹങ്കർ ഫോർട്ട്. അടിപൊളി പ്ലേസ്, അടിപൊളി പ്ലേസ്. ഇതൊരിക്കലും ആരും മിസ് ചെയ്യരുത് കേട്ടോ. പക്ഷെ വരുന്ന ഒരു അങ്ങോട്ട് കടത്തി വിടില്ല. നമ്മൾ അവിടുത്തെ സെക്യൂരിറ്റി കിടന്നോളം പറഞ്ഞിട്ട് അങ്ങനെ കമ്പിവേലിയും താഴെ കൂടെ പോയി നമ്മളത് വീഡിയോ എടുത്തതനുസരിച്ച് റീൽസ് എടുക്കണം പറഞ്ഞിട്ട് അവൻ പോയി. ഞാൻ കടന്നില്ല, എനിക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ താഴ്ന്ന് പോകാൻ വയ്യാച്ചിട്ട് അവർ പോയി സൂപ്പറായിട്ട് എടുത്തു. അൻസിലിമോൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ റീല്. എന്തായാലും നല്ല പ്ലേസ്, എന്ത് രസമാണ്. ഇപ്പോൾ ഇതിൽ മഞ്ഞില്ല കേട്ടോ. നമ്മൾ പോയ സമയത്തൊക്കെ മഞ്ഞുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് ആ ബംഗ്ലാവ് എടുക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷെ അടിപൊളി ബംഗ്ലാവാണ്. പിന്നെ ഇത് ഓപ്പൺ ആയിരുന്നു, ഒരുപാട് റീൽസിലൊക്കെ ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ പോയിട്ട് എന്തോ ഈ ചെക്കന്മാരൊക്കെ പോയിട്ട് അവിടെ അങ്ങനെ ആകെ അറിയാലോ അവർ പോയി കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്ന്. അങ്ങനത്തെ ഒരു പ്രശ്നം കാരണം കൊണ്ട് അവർ ക്ലോസ് ചെയ്താണ്. അതുകൊണ്ട് ഇപ്പോൾ നല്ലവർക്ക് കൂടി പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ എന്തോ നമ്മൾ പോയിട്ടുണ്ട്. ഇല്ലാത്ത മരല്ലേ ആ താഴത്ത് നോക്ക്, ഒരു മോട്ടോർ പെര പോലെ ഒരു കിണറും ചെറുതിലെ. ഭൂമിയിൽ സ്വർഗം ഇതാണോ ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഇതാണെന്ന് പറയാം. കാരണം ഊട്ടീനേക്കാളും മനോഹാരിത, ഭംഗി എന്നൊക്കെ പറയാം. ഹങ്കർ ഫോർട്ട് വേറെ ലെവലാണ് ഗൈസ്. പോവാത്തവരായാലുണ്ടെങ്കിൽ നിങ്ങൾ ഊട്ടി വരെ പോവാത്ത ഇത് പോയി നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ആരും മറക്കരുത്. അത്രയും ഭംഗി. നമ്മൾ ഹങ്കർ ഫോർട്ടൊക്കെ കണ്ട് തിരിച്ച് വരുന്ന വഴിക്കാണ് ഇങ്ങനൊരു വീണ്ടും ഒരു പൈൻ ഫോറസ്റ്റ് കണ്ടു. അത് അല്ല സോറി യൂക്കാലിപ്സിൻ്റെ കണ്ടു. അത് അടിപൊളിയായിരുന്നു. ഞാനിങ്ങനെ ഓടിയിട്ട് വരുന്ന റീലും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്താണ്. കണ്ടോ, ഇതൊക്കെ നല്ല ഭംഗി തന്നെയാണ്. ഫുള്ളും സൂപ്പർ സ്ഥലം എന്തായാലും. ഇപ്പം ഞാൻ വരുന്ന വയ്ക്ക് നമ്മൾ കണ്ണി കണ്ടൊക്കെ വിളിച്ച് കഴിച്ചു. അതൊന്നും പിന്നെ എത്തിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കണ്ട് മെല്ലെ നമ്മൾ ഗൂഡല്ലൂർ വഴിയാണ് നമ്മൾ പോവാമെന്ന് വിചാരിക്കുന്നത്. കാരണം ആ വഴി നമ്മൾ തിരിച്ച് വീണ്ടും ഊട്ടിക്ക് പോവുകയാണെങ്കിൽ ദൂരം കൂടുതലാണ്. അപ്പം നമ്മൾ അത് ക്യാൻസൽ ചെയ്തിട്ട് ഗൂഡല്ലൂർ വഴി വരാൻ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ തിരിച്ചു വന്നത്. ആ വരുന്ന വഴിക്കുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ് നമുക്ക് കാണാം കേട്ടോ. അവിടെ എത്തിയപ്പോണ്ടല്ലോ അയ്യോ നമ്മൾ കണ്ടു തൊട്ടി എന്താണെന്ന് പറയുന്നത് കണ്ടു.
ഊട്ടി വന്നിട്ട് നമ്മൾക്ക് മഞ്ഞ് കണ്ടില്ല, കോടല്ല എന്നുള്ള വിഷമിച്ച് വരികയായിരുന്നു. നോക്കുമ്പോൾ ഇതാ കോടയോട് കോട. കോട ഇറങ്ങിയ സമയം എത്രയെന്ന് പറയാം, 10:45, 11 മണി രാവിലെ ആയിട്ട് പോലും. നോക്ക് ഗൈസ്, ഞങ്ങൾ ഊട്ടി കോയമ്പത്തൂർ വഴി വന്നില്ല, ഗൂഡല്ലൂർ വഴി വരുന്ന വഴിക്ക് അങ്ങനെ ഗൂഡല്ലൂർ വഴി പോവാൻ പറഞ്ഞിട്ട് പെരിന്തൽമണ്ണ നാടുകാണി ആ വഴിക്ക് വരാനിട്ട് വന്നു. പക്ഷേ ഈ സ്ഥലം ഒരു രക്ഷയില്ല, എനിക്ക് അത്ര പറയുള്ളൂ. നോക്ക് എന്തോ ഒരു രസം, എന്താ പറയുക, റീൽസിലൊക്കെ ഉണ്ടോ നമ്മളെ വിജയിൻ്റെ ഏതോ ഒരു സിനിമ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തിരുന്ന് പറയുന്നത് കേട്ടു. കണ്ടോ, നല്ല രസം, എന്ത് രസമാണ് നോക്ക്, രക്ഷയില്ല കേട്ടോ. അപ്പം നമ്മൾ അവിടെയൊക്കെ വീഡിയോ എടുത്ത് അങ്ങനെ ചുരം ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെ സ്വന്തം ഷംന ലക്കിടി. ഓക്കെ, ബൈ.